ആ കൊടുത്ത സത്യസന്ധതയുടെ പത്തരമാറ്റ് തിളക്കത്തിനാണ് കഴിഞ്ഞ ദിവസം കാലടി പോലീസ് സ്റ്റേഷൻ സാക്ഷിയായത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തനിക്ക് കളഞ്ഞു കിട്ടിയ സ്വർണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകിയിരിക്കുകയാണ് ഒരു വീട്ടമ്മ. മലയാറ്റൂർ സ്വദേശിനി ബിന്ദുവിനാണ് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് കാലടി ടൗണിൽ നിന്നും സ്വർണമാല കളഞ്ഞു കിട്ടിയത്. വീടുകളിൽ ശുചീകരണ ജോലി ചെയ്യുകയാണ് ബിന്ദു. ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് മാല കിട്ടുന്നത്. പരിശോധിച്ചപ്പോൾ 1.5 പവൻ തൂക്കമുള്ള സ്വർണമാല. തുടർന്ന് ബിന്ദു മാല കാലടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇതിനിടയിലാണ് തന്റെ മാല കാണുന്നില്ലെന്ന പരാതിയുമായി കാഞ്ഞൂർ സ്വദേശിനി കല പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാല കലയുടേതാണെന്ന് മനസ്സിലായി. ബാങ്കിലേക്ക് പോകും വഴിയാണ് മാല നഷ്ടപ്പെട്ടത്. തുടർന്ന് ചൊവ്വാഴ്ച പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബിന്ദു മാല കലയ്ക്ക് കൈമാറി. കൂടെ മാലയുടെ കണ്ണികൾ അകന്നിരിക്കുകയാണ്, അത് വേഗം ശരിയാക്കണം എന്ന ഉപദേശവും. കാലടിയില് സൈഡിൽ കിടന്ന് കിട്ടിയാണോ? ഞാൻ എന്താ എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ ചുമത് ബാഗിലേക്ക് എടുത്തിട്ട് എൻ്റെ വാച്ച് നോക്കാൻ വേണ്ടി പോയതാണ്. വാച്ചത്തെ കൊണ്ട് കൊടുത്തു. അത് ഞാൻ വീട്ടിൽ മോളെ കാണിച്ച മോളോ നമ്മൾ സംശയം ഉണ്ടാകുമ്പോൾ കടയിൽ കൊണ്ട് നോക്കുക, എന്നിട്ട് അത് നമ്മൾ സംശയം തന്നെ ഏൽപ്പിക്കട്ടെന്ന് പറയാണ്. ശനിയാഴ്ച ഞായറാഴ്ച വർക്കില്ല. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചപ്പോൾ സ്വർണ്ണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ എൻ്റെ കൂടെ വരാൻ ആളില്ല. മോളെയൊക്കെ ഞാൻ വിളിച്ചു പരിചയമുള്ള ചേട്ടനെ വിളിച്ചപ്പോൾ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാധനം കൊണ്ട് കൊടുത്തു. എനിക്കൊന്നും തോന്നുന്നില്ല. ഞാൻ ഒരുപാട് സ്വർണ്ണം മേടിച്ച കുട്ടികളാണ്. അവിടെ സാറൊക്കെ എന്നിട്ട് പോയി മോനോ ഹോസ്പിറ്റലിലേക്ക് സാറൊക്കെ പോയി. അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. നമ്മൾ മറ്റൊരാൾ സാധനം പോകുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പോൾ എന്തെങ്കിലും പോയാൽ വിചാരിച്ചിട്ടുള്ളൂ. സ്കൂളിൽ പാരൻസ് മീറ്റിങ്ങിന് പോയായിരുന്നു. അത് കഴിഞ്ഞ് 1-2 ബാങ്കിൽ LIC എടുക്കാനൊക്കെ പോയായിരുന്നു. അവസാനം മുത്തൂറ്റ് ഫിനാൻസിൽ കയറിയിട്ട് ഇറങ്ങി കാഞ്ഞൂർ റൂട്ടിലേക്ക് പോയപ്പോഴാണ് എൻ്റെ കയ്യൊക്കെ പോയത്. പല പല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ കൊണ്ട് അദ്ദേഹം മാഡം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുകയും അത് ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിന് നമ്മളത് വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അതിൻ്റെ അവകാശപ്പെട്ട ആൾ പോലീസ് സ്റ്റേഷനിൽ വരികയും അവരുടെ സാന്നിധ്യത്തിൽ അത് നമ്മൾ അവകാശിക്ക് തിരിച്ച് നൽകിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ സമൂഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടും ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.